നമസ്കാരം, വെൽക്കം ടു റിയാക്ഷൻ. അപ്പൊ പരിമള ആൻഡ് കമ്പനിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ ജയറാമും ഉർവശിയൊക്കെ അഭിനയിക്കുന്ന പുതിയ തമിഴ് സിനിമയാണ്. അപ്പൊ അതിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. പാണ്ഡ്യരാജാണ് ഡയറക്ടർ. പാണ്ഡ്യരാജ് അല്ലെങ്കിലും ഒരു ഫീൽ ഗുഡിന്റെ ആളാണ് മൂപ്പര് അതിൽ കുറഞ്ഞതൊന്നും പുള്ളിയുടെ പ്രതീക്ഷിക്കണ്ട. ഗംഭീര സാധനങ്ങളായിരിക്കും പുള്ളിയുടെ. അത്യാവശ്യം നല്ല ഫീൽ ഗുഡ് വിത്ത് ഫാമിലി അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനമായിരിക്കാം. മൊത്തം ഒരു കോമഡി, ഒരു ഫാമിലി എന്റർടൈനർ. അതാണ് ഈ പാണ്ഡ്യരാജിന്റെ ഒരു സിഗ്നേച്ചർ സാധനം. അപ്പൊ നമുക്ക് അതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടോ, ഒന്ന് കണ്ടു നോക്കാം. அவனை கொன்னாதான் நாம வாழ முடியும்னா கொண்டுடலாமா? கொண்டுடலாம்பா. கொலக்கேஸ் ஆவாதா? பிரபல ரவுடி வர்கீஸ் மர்ம நபர்களால் கொலை செய்யப்பட்டுள்ளார். வேற யார் மேல சந்தேகம்? பரிமளா ஃபேமிலி. நாங்க பண்ணாத கொலைகளா? அவன் மச்சானும் தம்பியும் நம்ம எல்லாம் கெத்துக்காரங்க மச்சான். அவ பாய் ஃப்ரெண்ட் வச்சு பண்ணிருப்பாளா சார்? ஏய் முதலாளி, கொலை பண்ணுமா? பண்ணிடலாமா? மனசாட்சியை தொட்டு சொல்லு, நீதானேடி? சத்தியமா நான் பண்ணலப்பா. அப்பா சத்தியமா அம்மா சத்தியமா நான் இல்லப்பா. போலீஸ் வருவாங்க, கேள்வியா கேட்பாங்க. இந்த கொலைக்கு நமக்கும் எந்த சம்பந்தமுமே இல்லைங்கிறத சொல்லிடலாம். ஆனா நம்மள யாரோ ஒருத்தர் தான் கொலை பண்ணிருக்கோம். எல்லாரும் ஒரே மாதிரி போய் சொல்லணும். பாபநாசம் படம் ஞாபகம் இருக்குல்ல? எனக்கெல்லாம் நிறைய மறந்து போச்சு. குடும்பத்தோட இன்னொரு தடவை பார்த்துடலாமா? எதுக்கு வர்க்கீஸ போட்டாங்க? கேங் ரிவெஞ்சா? ஜோமி ஜார்ஜ் நிக்லஸ் கேஜ் பிராண்ட் பிராண்டி அழிக்க பாக்குறீங்க. அவமானமா இல்ல காதலா? வர்கீஸ் உங்களுக்கு தெரியும்ல? யாருக்கு தான் தெரியாது சார். இப்பதானே சமீபத்தில் யாரும் அடிச்சு கொண்டு போட்டாங்க. ஐயோ எப்போ? பைத்தியம். குடும்பத்தோட சேர்ந்து சமையலும் செய்வீங்க, கொலையும் செய்வீங்களா? ஏப்பா, ஒருவேளை நாங்க தான் கொலை செஞ்சோன்னே வச்சுக்கயேன், கொலைகாரனுக்கு பசிக்காதா? அவன் சாப்பிட மாட்டானா? சாப்பிடலாம், ஜெயில உட்கார்ந்தா சாப்பிடலாம். உண்மையை சொன்னா கமலஹாசன மாதிரி உங்களை நான் காப்பாத்துறேன். கொலை பண்ண நீங்க எப்படி எங்களை காப்பாத்துவீங்க? நீங்க தான் உள்ள போயிடுவீங்களே, நாங்க தான் உங்களை காப்பாத்த முடியும். எனக்கு நான் கொலை பண்ணலடி. എന്റെ ദൈവമേ, ട്രെയിലറിൽ ഇങ്ങനെയാണെങ്കിൽ സിനിമ എങ്ങനെയായിരിക്കും? അയ്യോ, മലയാളികൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. തമിഴന്മാര് കൊണ്ടുപോയി അങ്ങോട്ട് നല്ല കിണ്ണ സാധനങ്ങൾ എടുക്കാണ്. ഉർവശി പോയി, ജയറാമ പോയി, തമിഴ്നാട്ടിൽ കിടന്ന് കലക്കാണ്. മലയാളികൾ വേണ്ട, ഒരു ഗുണമില്ലാണ്ട് ഓരോരുത്തന്മാര്. ആരൊക്കെയാണ് നോക്കട്ടെ കാസ്റ്റ്? ജയറാം, ഉർവശി, മിഷ്കിൻ ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്യാൻ മിഷ്കിൻ അടിപൊളിയാ. യോഗി ബാബു, സാൻഡി, സന്തോഷ്, ശോഭൻ, സഞ്ജന കൃഷ്ണമൂർത്തി, അനന്തിക, സനിൽകുമാർ, പാണ്ഡ്യരാജ്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ജോർജ് സി വില്യംസ്, മ്യൂസിക് ഫോക്സൻ, എഡിറ്റർ പ്രദീപ് രാഘവ്, ആർട്ട് രാമലിംഗം, സ്റ്റണ്ട് മാസ്റ്റർ കലൈ കിങ്സ്റ്റൺ അല്ല കേട്ടോ, കലൈ കിങ്സൺ മാറിപ്പോയി. ഇത്രയൊക്കെ മതി. നല്ലൊരു ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ പ്രതീക്ഷിക്കാം, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്റെ പൊന്നു, ഒരു ലോഡ് പടം ജൂൺ 5 ഇറങ്ങുന്നുണ്ട്. എന്തോരം പടങ്ങൾ ഇറങ്ങണേ, അടിപൊളി. ഏതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മോളിവുഡ് ടൈംസിൽ നിങ്ങൾ തുടങ്ങണം. അതിന് പരിമള അങ്ങനെ പോകണം. വെയിറ്റ് ചെയ്യാം, എങ്ങനെയുണ്ട് നോക്കാം. പൊളി പടമായിരിക്കും. ട്രെയിലറിൽ നിന്ന് തന്നെ, ടീസർ ഗംഭീര സാധനമായിരുന്നു. ട്രെയിലറിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ. അതിനുള്ള സാധനം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീരം. നമുക്കൊന്നും കിട്ടാതെ തമിഴന്മാർക്ക് കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ എന്നുള്ള ഈ ആക്ടിങ് ഒക്കെ. നമുക്കൊന്നും ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. പോട്ടെ. അപ്പൊ ഓക്കെ, ഇതായിരുന്നു പരിമള ആൻഡ് കമ്പനി, പരിമള ആൻഡ് കോ ആക്ച്വലി.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.